അത് മന്ത്രിയായിട്ട് കയറിയിരിക്കണ്ടല്ലേ. അപ്പോൾ അയാളുടെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അയാളുടെ നാടല്ലേ. അപ്പോൾ അയാൾ അന്വേഷിക്കണ്ടേ. വിദ്യാഭ്യാസ നിലവാരം മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ഈ ബോംബ് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനോ ഒന്നും പോവുകയില്ല. പിണറായി സർക്കാരുടെ കണ്ണൂർ ജില്ല മുഴുവൻ പിണറായി സർക്കാരുടെ ആളല്ലേ. അവരുണ്ടാക്കുന്ന ബോംബ് അവർ പൊട്ടിക്കും, അവർ തീരുമാനിക്കും എവിടെ പൊട്ടിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ശ്രീനിവാസൻ സിനിമയെ കാണുന്ന പോലെ ആര് മരിച്ചാലും നമ്മൾ അവരെ രക്തസാക്ഷികളാക്കുന്നവരാ. കമ്മ്യൂണിസം ഒന്നും ഇപ്പോൾ കേരളത്തിലില്ല സംഭവം. കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിനും കൊലപാതകത്തിനും അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. ആരെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലല്ലേ, അരുതെന്ന് പറഞ്ഞാലല്ലേ ഇതൊക്കെ ഇല്ലാതാകൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ ശക്തികൾ ഉള്ളിടത്തോളം ഒരറുതിയും ഇല്ലാത്ത ഇത്തരം സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താതെ അതെല്ലാവരിലും ഒരുപോലെ നല്ല രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് ബേസിക്കായിട്ട് അത്യാവശ്യം നല്ല രാഷ്ട്രീയക്കാർക്കാണ് ആദ്യം വിദ്യാഭ്യാസം ഉള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ അക്രമ രാഷ്ട്രീയത്തിലൂടെ അധികാരം പിടിച്ചു നിർത്താനും അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്താനും പണം ഉണ്ടാക്കാനും അനധികൃതമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. കാരണം അവരുടെ അറിവില്ലായ്മയാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അറിവുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കണമെങ്കിൽ ആദ്യം വിദ്യാഭ്യാസ നിലവാരം മാറ്റിയെടുക്കണം. ആ വിദ്യാഭ്യാസ നിലവാരം മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ഈ ബോംബ് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനോ ഒന്നും പോവുകയില്ല. ആധികാരികമായിട്ടൊന്നും പറയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പാർട്ടീനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇപ്പോൾ CPM പാർട്ടിക്കാരാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. കണ്ണൂർ ആ പാർട്ടിയുടെ ഇത് ആധിപത്യം കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അവരെ തന്നെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓരോ ഇതല്ലേ, നമുക്കൊന്നും കറക്റ്റായിട്ടൊരു അറിവൊന്നും ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആര് ചെയ്യുന്നു ആര് ചെയ്യുന്നു ആർക്ക് വേണേലും ചെയ്യാമല്ലോ. ഇപ്പോൾ അത് ഇപ്പോൾ ഒരാൾ നിർമ്മിക്കുന്നുണ്ടാവും, അല്ലാതെ ഇതാക്കാം. അതിനെക്കുറിച്ചൊരു ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പാർട്ടിക്കാരാണ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അനുഭാവികളാണ് ചെയ്യുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആ ശ്രീനിവാസൻ സിനിമയെ കാണുന്ന പോലെ ആര് മരിച്ചാലും നമ്മൾ അവരെ രക്തസാക്ഷികളാക്കുന്നവരാ. അത് അവരുടെ പാർട്ടി ബേസ് കാര്യങ്ങളാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പിണറായി സർക്കാരുടെ കണ്ണൂർ ജില്ല മുഴുവൻ പിണറായി സർക്കാരുടെ ആളല്ലേ. അവരുണ്ടാക്കുന്ന ബോംബ് അവർ പൊട്ടിക്കും, അവർ തീരുമാനിക്കും എവിടെ പൊട്ടിക്കണം എന്നുള്ളത്. സത്യമല്ലേ? അവരുണ്ടാക്കണ ബോംബ് എന്താ പ്രതികളെയൊക്കെ അവർ ഒഴിവാക്കി വിടണം. എത്ര കേസിലെ എല്ലാ പ്രതികളും വെറുതെ വിട്ടില്ലേ? വെറുതെ വിട്ടോ? പിന്നെ അവിടെ നമ്മളെന്ത് നമുക്കറിഞ്ഞിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അവരുടെ സർക്കാരിൽ പിണറായിൽ നടക്കുക അവിടെ കണ്ണൂർ മുഴുവൻ ഉണ്ടാക്കണം നാടൻ ബോംബ്. പാവപ്പെട്ട ടിഫിൻ പോട്ട് അതെന്താ തുറന്നു നോക്കിയപ്പോൾ അത് പൊട്ടി മരിച്ചുപോയി 65 ദിവസമുള്ള. എന്ത് പറയാണ്ട്? അപ്പോൾ അവരെല്ലാം ബോംബ് നിർമ്മാണത്തിലേക്ക് അക്രമശക്തമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? നാടിന് നന്മയുള്ള കാര്യത്തിന് എന്തെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പറഞ്ഞ മന്ത്രിമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മേഡം പറ, ഉണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ? പറയാനില്ല. കണ്ണൂരിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. രാഷ്ട്രീയ കളിയായിരിക്കും, വേറെ എന്തോ രാഷ്ട്രീയ കളി തന്നെയാണ്, വേറെ എന്താ അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു പാർട്ടിയും എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ പോലെയാണ്. വേറെ ഇപ്പോൾ എല്ലാം അങ്ങനെയാണ്. എന്നുവെച്ചാൽ മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവർ ഗുണ്ടായിസവും കമ്മ്യൂണിസം ഒന്നും ഇപ്പോൾ കേരളത്തിലില്ല സംഭവം. കമ്മ്യൂണിസം ഇല്ല. കാരണം ഈ സംഭവം ഇതൊരു ഗുണ്ട ടീമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ SFIയിൽ ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം അതൊക്കെ അതിന് മാഫിയാണ്, വിദ്യാർത്ഥി മാഫിയ. അവരുടെ ഇപ്പോൾ ഇത് മാത്രമല്ല, പക്ഷെ കൂടുതൽ പ്രശ്നം CPMൻ്റെ തന്നെയാണ് പ്രശ്നം. കാരണം ബാക്കിയുള്ള പാർട്ടികളൊന്നും ഇത്രയും ഗുണ്ടായിസവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മാഫിയകളാണ് ഭരിക്കുന്നത് കേരളം. അതിപ്പോൾ നമ്മുടെ ഇത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയണത്. ഒരുപാട് മാഫിയകളും ലോബികളും ഒക്കെ കൂടിയാണ്. കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഊരി പോരാന്നുള്ള അർത്ഥം നോർത്ത് ഇന്ത്യയിലെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ളൊന്നും പറയാനില്ല. അതിനൊക്കെ അവിടെ നേതാവുണ്ടല്ലോ വലിയ ആള്, അയാളൊന്നും അന്വേഷിക്കണല്ലേ. അത് മന്ത്രിയായിട്ട് കയറിയിരിക്കണ്ടല്ലേ. അപ്പോൾ അയാളുടെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അയാളുടെ നാടല്ലേ. അപ്പോൾ അയാൾ അന്വേഷിക്കണ്ടേ. അയാൾ അന്വേഷിക്കാതെ എങ്ങനെ? അയാളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അയാൾ അന്വേഷിക്കണം. അയാൾ ഈ ടൂറും കാര്യവും കോപ്പും ഇതൊക്കെ കിടന്നിങ്ങനെ നടക്കല്ലേ. ഇപ്പം ഇറങ്ങാറായാ? അല്ല, ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി തൂങ്ങി പിടിച്ച് കിടക്കുക അയാൾ.